പുതിയ ഒരു ഓൺലൈൻ തട്ടിപ്പ് കൂടി. വൺസ് അഗൈൻ മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങൾ ഏവർക്കും സുപരിചിതൻ. അപ്പൊ ഞാനിന്ന് വന്നത് ഒരു പുതിയ ഓൺലൈൻ തട്ടിപ്പായിട്ട് ആണ്. എന്താണ് ആ ഓൺലൈൻ തട്ടിപ്പ് എന്ന് പറയാനായിട്ടാണ് വരുന്നത്, അല്ലാണ്ട് ഞാൻ തട്ടിപ്പ് ചെയ്യുന്നതല്ല. ജസ്റ്റ് ഫോർ കിഡിങ്. ഓക്കെ, JK. അപ്പൊ ഈ ഒരു ഓൺലൈൻ തട്ടിപ്പ് എന്താണ് ഏതാ പറയുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണണമെങ്കിൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെല്ലൈക്കൻ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം വീഡിയോ ഷെയർ ചെയ്യുക. ഈ വീഡിയോ ഷെയർ ആണ് കൂടുതൽ വേണ്ടത്. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഓൺലൈൻ തട്ടിപ്പ് പിന്നെയും തമ്മിലിട്ട് പുതിയ ഓൺലൈൻ തട്ടിപ്പ്. അപ്പൊ എന്നും പുതിയ ഓൺലൈൻ തട്ടിപ്പാണോ എന്ന് ആൾക്കാർ ചോദിക്കുകയാണെങ്കിൽ സത്യമാണ്, ഇത് ഒരു പുതിയ മെത്തേഡാണ് ഇവര് തട്ടിപ്പായിട്ട് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു ദിവസം കോള് വരികയാണ്. എൻ്റെ ഒരു സുഹൃത്തിന് വന്നതാണ്, കോള് വന്നു. വളരെ ഭവ്യതയോട് കൂടിയിട്ട് ഒരു ലേഡി വിളിച്ചു. എന്നിട്ട് പറഞ്ഞതെന്നു വെച്ചാൽ അവര് ഗൾഫ് പോയപ്പോൾ അവരെ ഫോൺ റീചാർജ് ചെയ്യാണ്ട് ഇട്ടിട്ട് തിരിച്ചു വന്നപ്പോ അവരെ ബാങ്ക് ആധാർ ഒക്കെ അതിലായിരുന്നു. ഇപ്പൊ ആ നമ്പർ നിങ്ങളുടെ അടുത്താണുള്ളത്. ദയവ് ചെയ്ത് ഒരു OTP വരും, ആ OTP ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷേ ഇവര് പറഞ്ഞ ടൈം പീരീഡ് തെറ്റിയിട്ടാണ്. ഇങ്ങേര് 10 കൊല്ലം മുമ്പ് എടുത്ത സിം ആയിരുന്നു. അപ്പൊ ആൾക്ക് സംശയം തോന്നിയിട്ട് അവര് പറഞ്ഞു തരാൻ പറ്റില്ല, ഇത് ഞാൻ 10 കൊല്ലം ആയിട്ട് യൂസ് ചെയ്യുന്ന നമ്പറാണ്. അത് പറയുന്ന ടക്ക് അവർ ഫോൺ കട്ട് ചെയ്തു. അപ്പൊ അവരെന്നോട് അങ്ങനെ എന്നെ വിളിച്ചു പറഞ്ഞു, അജയ് ഇങ്ങനെ ഒരു തട്ടിപ്പാണ് തോന്നുന്നു. അപ്പൊ ഞാൻ ആ നമ്പറിൽ വിളിച്ചപ്പം അവരുമായിട്ട് സംസാരിച്ചപ്പോ തന്നെ അവര് ബബബ അടിച്ചിട്ട് കട്ട് ചെയ്തു. അതൊന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മളൊരു പോലീസിന്റെ വെബ്സൈറ്റിലൊക്കെ ഇതിനെ പറ്റിയിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. എന്താ ചെയ്യണമെന്ന് വെച്ചാല് അവര് വിളിക്കും, ഒരു OTP വന്നിട്ട് എന്റെ ദയവ് ചെയ്ത് എന്റെ ആധാർ വെരിഫൈഡ് നമ്പറാണ്, എന്റെ ബാങ്കിന്റെ ആണ്, പക്ഷെ അത് ഇവരെ ബാങ്കിന്റെ തന്നെയായിരിക്കും, അതെന്റെ പഴയ നമ്പറിന്റെ ആണ്, അതൊന്ന് പറഞ്ഞു തരുമോന്ന്. ഇത് ആക്ച്വലി ഇപ്പൊ ഞാനിപ്പോ പുതിയ നമ്പർ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്റെ നമ്പറിന്റെ തന്നെയാണെന്ന് പറഞ്ഞിട്ടാണ്, അത് അവരെ ബാങ്കിന്റെ ആണ്, ശരിക്കും അത് എന്റെ ബാങ്കിന്റെ ആണ് വരുന്നത്. അപ്പൊ അവരങ്ങനെ ഭവ്യതയോടൊക്കെ പറയുമ്പോൾ നമ്മളത് എന്ത് ചെയ്യും, ചിലപ്പം ചെയ്തു കൊടുക്കും. അതോടെ നമ്മുടെ അക്കൗണ്ടിലത്തെ പൈസ ഫുള്ള് പോകും ചെയ്യും. നിങ്ങൾ ഇതിൽ പെടരുത്. അതുകൊണ്ടാണ് പ്രത്യേകിച്ച് ലേഡീസ് ആണ്, ജെന്റ്സിനെയാണ് ഇതിനെ ടാർഗറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് നമുക്ക് അങ്ങേര് 10 കൊല്ലം മുമ്പ് എടുത്തൊരു സിം കണക്ഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അത് അങ്ങേർക്ക് ഉറപ്പായിരുന്നു. ഇത് പറഞ്ഞത് ഈ 1 കൊല്ലമായിട്ട് ഞാൻ ഗൾഫിലായിരുന്നു, അപ്പൊ പോയതാണ് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞു. പക്ഷെ ആളുടെ ഒരു 10 കൊല്ലമായിട്ടുള്ള സിമ്മാണ്. അപ്പൊ തന്നെ അതൊന്ന് മനസ്സിലാക്കല്ലോ തട്ടിപ്പാണെന്ന്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇത് ഈ ഒരു തട്ടിപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പുതിയ ഓൺലൈൻ തട്ടിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ആര് OTP ചോദിച്ചാലും പറഞ്ഞു കൊടുക്കരുത്. OTP നിങ്ങൾക്കുള്ളത്, അതൊരു ടിപ്പാണ്. ഞാൻ എല്ലാ സ്ഥലത്തും പറഞ്ഞ, ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ, എന്നെ ഹാക്ക് ചെയ്ത കേസ്. അത് വളരെ വിഷമമുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പറ്റരുത്. അപ്പം ആ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾ I ബട്ടൺ ഉണ്ട്, അതൊന്ന് കാണാം. അപ്പം മറ്റൊരു വീഡിയോ കാണാം.